കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് യൂണിയൻ ഭരണം KSUവിന് 15-ൽ 12 സീറ്റാണ് KSU MSF സഖ്യം നേടിയത്. മെഡിക്കൽ കോളേജ് ആരംഭിച്ചതിന് ശേഷം SFIക്ക് ഭരണം നഷ്ടപ്പെടുന്നത് ഇതാദ്യം. 28 വർഷത്തെ ചരിത്രമാണ് KSU MSF സഖ്യം തിരുത്തിയത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന്. സജോ, SFIക്ക് വലിയ തിരിച്ചടി, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, SFIയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയും അവരുടെ തട്ടകത്തിൽ നേരിടുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആരംഭിച്ചതിന് ശേഷം ആദ്യമായി യൂണിയൻ ഭരണം SFIക്ക് നഷ്ടപ്പെടുന്നു. ആദ്യമായി KSU MSF സഖ്യം ഭരണം നേടുന്നു എന്നതാണ് ഇതിന്റെ പ്രാധാന്യം. 28 വർഷത്തെ മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് SFI അല്ലാത്ത സംഘടനകൾക്ക് ഭരണം ലഭിക്കുന്നത് എന്നതാണ്. KSU MSF സഖ്യം 12 സീറ്റുകളിലാണ് മത്സരിച്ചത്. 12 സീറ്റിലും വിജയിച്ചു. 3 സീറ്റുകളിലാണ് SFI എതിരില്ലാതെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. നേരത്തെ പത്രികാ സമർപ്പണ വേളയിൽ വലിയ തോതിലുള്ള സംഘർഷ സമാനമായ സാഹചര്യം രൂപപ്പെട്ടിരുന്നു. 3 സീറ്റുകളിൽ പത്രിക സമർപ്പിക്കാൻ KSU MSF സഖ്യത്തിന് കഴിഞ്ഞിരുന്നില്ല. ആ 3 സീറ്റ് ഒഴികെയുള്ള 12 സീറ്റുകളിലും KSU MSF സഖ്യം വിജയം നേടി എന്നതാണ്. അതായത് ചെയർപേഴ്സൺ സ്ഥാനം ഉൾപ്പെടെ പ്രധാനപ്പെട്ട മുഴുവൻ സീറ്റുകളിലും, അതായത് ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, ജനറൽ സെക്രട്ടറി, UUC അടക്കമുള്ള പ്രധാനപ്പെട്ട പദവികളെല്ലാം KSU MSF സഖ്യം വിജയിച്ചു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻകാലങ്ങളിൽ ഇവിടെ SFI തുടർച്ചയായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ക്യാമ്പസ് കൂടിയാണ് പരിയാരം മെഡിക്കൽ കോളേജ്. അതിന്റെ ചരിത്രം അങ്ങനെയാണ്. മുൻകാലങ്ങളിൽ ആ ക്യാമ്പസ് മെഡിക്കൽ കോളേജ് ആരംഭിച്ചതിന് ശേഷം ഭൂരിപക്ഷം ഘട്ടങ്ങളിലും എതിരാളികൾ ഇല്ലാതെയാണ് തുടർച്ചയായി ആ ക്യാമ്പസ് ഈ കാലം അത്രയും SFI നിലനിർത്തി പോകുന്നത്. അതിന് വലിയ തിരിച്ചടി ഉണ്ടായി. ക്യാമ്പസിൽ യൂണിറ്റ് രൂപവത്കരിച്ച് KSU പ്രവർത്തനം ആരംഭിച്ച് ഇതിന് തൊട്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ തന്നെ അവർക്ക് വലിയ വിജയം. സജോ, ഏതായാലും SFIക്ക് വലിയ തിരിച്ചടി. വിവരങ്ങൾ നൽകുകയായിരുന്നു സജോ ദേവസ്യ.